ആരോഗ്യം നിലനിൽക്കാനും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചെടുക്കാനും ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ്. അതുപോലെ ജോലി പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്ന ജോലികൾ അനായാസം നമുക്ക് ചെയ്തു തീർക്കാനും നമ്മളെക്കൊണ്ട് ആ ജോലി ഏറ്റെടുത്തത് പൂർത്തീകരിക്കാനൊക്കെ ഉള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ പാല് കൊടുക്കുന്ന സ്ത്രീകൾക്കും പാല് കുടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന, പാല് നന്നായിട്ടുണ്ടാവാനും പാലുകുടി നിർത്താനൊക്കെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഇസ്മ നമ്മൾ പഠിക്കുകയാണ്. നല്ല മനക്കരുത്ത്, നല്ല കോൺഫിഡൻറ്റ്, നല്ല ധൈര്യം, എല്ലാ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നേടിയെടുക്കാൻ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന മുസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 55-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 55-ാമത്തെ ഇസ്മ മതീൻ എന്നുള്ളതാണ്. യാ മതീനു യാ അല്ലാഹ് എന്നുള്ളതാണ്. മതീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഷദീദ് എന്നുള്ളതാണ്. ശക്തനായ അല്ലാഹ്, ശക്തിയുള്ളവനായ അല്ലാഹ്. യാ മതീനു യാ അല്ലാഹ്, ശക്തിയുള്ളവനായ അല്ലാഹുവേ. ഷദീദ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ലിദ് വരുന്നത് ലഈഫ്, ബലഹീനൻ എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ലഈഫാണ്, വഅഫാക്കളാണ്, ബലഹീനന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷദീദാണ്, ശക്തിയുള്ളവനാണ്. വിശുദ്ധമായ ഖുർആനിൽ മതീൻ എന്ന്, ഷദീദ് എന്നർത്ഥം വരുന്ന മതീൻ എന്നുള്ള അത്ഭുതകരമായ ഇസ്മ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന് വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് അസ്സാരിയാത്തിലെ 58-ാമത്തെ ആയത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അദദ് വരുന്നത് 500 ആണ്. മതീൻ, മീം 40, താ 400, യാ 10, നൂന് 50, ടോട്ടൽ 500 ഈ അത്ഭുതകരമായ ഇസ്മിൻ്റെ അദദ് വരുന്നത്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മിൻ്റെയും അദദും ഫളലും അമലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ മതീൻ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അത്ഭുതകരമായ, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, സ്വന്തമായി അമൽ ചെയ്യാൻ കഴിയുന്ന, നല്ല ഉപകാരം കിട്ടുന്ന, നല്ല റിസൾട്ട് കിട്ടുന്ന അത്ഭുതകരമായ ചില അമലുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ അമൽ എന്നുള്ളത് പാല് കൂടാൻ, അതായത് ഗർഭിണികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പലപ്പോഴും പാല് തികയാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പല മരുന്നുകൾ കഴിച്ചിട്ടും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും പാല് വരാത്ത, പാല് ആവശ്യത്തിന് തികയാത്ത ഒരു സാഹചര്യം പലപ്പോഴും പല ഉമ്മമാർക്കും പ്രസവം കഴിഞ്ഞ സഹോദരിമാർക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത്ഭുതകരമായ ഈ ഇസ്മിനെ 70 പ്രാവശ്യം പ്രഭാതത്തിൽ ചൊല്ലുക എന്നുള്ളതാണ്. യാ മതീനു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ് എന്ന് രാവിലെ 70 പ്രാവശ്യം ചൊല്ലിയിട്ട് മുലയിൽ മന്ത്രിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വെള്ള പ്ലേറ്റിൽ 70 പ്രാവശ്യം എഴുതിയിട്ട്, മതീൻ എന്നുള്ള ഇസ്മിനെ എഴുതിയിട്ട് അത് ഒരു വെള്ളം കൊണ്ട് മായ്ച്ച് അത് കുടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുലപ്പാൽ കുറവുള്ള ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് സമൃദ്ധമായി മുലപ്പാൽ കുട്ടിക്ക് ആവശ്യമുള്ള അത്രയും അളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നും അല്ലാഹുവിൻ്റെ സഹായം ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നും നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് പാല് കുടി നിർത്താൻ. പ്രസവം കഴിഞ്ഞു, 2 വയസ്സും കഴിഞ്ഞു,
പക്ഷെ കുട്ടി ഇപ്പോഴും പാല് കുടിക്കാൻ വേണ്ടി കരയുകയാണ്. ഒരു നിലക്കും പാലുകുടി നിർത്താൻ കഴിയുന്നില്ല. ഭയങ്കര കരച്ചിലാണ്. നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വമേധയാ കുട്ടിക്ക് അതിനോട് ഒരു താല്പര്യം കുറയാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ അന്വേഷിക്കുന്ന സഹോദരിമാരുണ്ടാകും, ഭാര്യമാരുണ്ടാകും, അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാകും, രക്ഷിതാക്കളൊക്കെ ഉണ്ടാകും. അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. മത്തീൻ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിനെ 500 പ്രാവശ്യം ചൊല്ലുക. യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ എന്ന് 500 തവണ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ വെള്ളം കൊണ്ട് മുല കഴുകുക എന്നുള്ളതാണ്. അതോടൊപ്പം അതിൽ നിന്ന് കുറച്ച് കുട്ടിയെ കുടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുട്ടി സ്വമേധയാ മുലപ്പാലിനോടുള്ള താല്പര്യം കുറക്കുകയും കുട്ടിയിൽ നിന്ന് അത് കുറഞ്ഞു വരികയും ചെയ്യുമെന്നും വളരെ എളുപ്പം നമുക്ക് മുലകുടി നിർത്തുവാൻ സാധിക്കുമെന്നും നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് നല്ല മനക്കരുത്തുണ്ടാകാൻ, നല്ല ധൈര്യമുണ്ടാകാൻ, നല്ല കോൺഫിഡൻ്റ് ഉണ്ടാകാൻ. എവിടേക്ക് ഇറങ്ങുമ്പോഴും എനിക്കൊരു ഭയമാണ്, പേടിയാണ്, മടിയാണ്, ടെൻഷനാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. എപ്പോഴും ഒരു ദുർബലനായിട്ട് നിൽക്കുന്ന ആളുകൾ, ഒരു തണുപ്പൻ സ്വഭാവം, അതെല്ലാം മാറി നല്ല ആക്റ്റീവാകാൻ, എല്ലാ കാര്യത്തിലേക്കും നല്ല കോൺഫിഡൻറ്റോടെ ധൈര്യത്തോടെ ഇറങ്ങാൻ, നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് നേടിയെടുക്കാൻ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് മത്തീൻ എന്നുള്ളത്. എല്ലാ ദിവസവും ഈ അത്ഭുതകരമായ ഇസ്മിനെ യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ ഡെയിലി 500 പ്രാവശ്യം നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ഒറ്റയിരിപ്പിന് നമുക്ക് ചൊല്ലാം. രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ചൊല്ലി തീർക്കാം. 5 നേര നമസ്കാരങ്ങൾക്ക് ശേഷം 100 പ്രാവശ്യം വെച്ച് അങ്ങനെയും ചൊല്ലാം. സുബഹിക്ക് 250, മഗ്രിബിക്ക് 250 അങ്ങനെയും നമുക്ക് ചൊല്ലാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും എല്ലാ ദിവസവും 500 പ്രാവശ്യം ഈ ഇസ്മിനെ നമ്മൾ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. നല്ല മനക്കരുത്തുണ്ടാകും, നല്ല ധൈര്യമുണ്ടാകും, നല്ല പോസിറ്റീവ് എനർജി നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് ജോലി പ്രയാസം മാറാൻ. അതിശക്തമായ പ്രയാസമാണ്, ജോലി ചെയ്തിട്ട് എത്തുന്നില്ല. രാവിലെ മുതൽ ജോലി ചെയ്യാൻ തുടങ്ങി വൈകുന്നേരമാകുമ്പോഴേക്കും തളർന്നു പോവുകയാണ്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിശക്തമായ ടെൻഷനാണ്. എങ്ങനെയാണ് ഈ ജോലി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന സ്വദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ജോലി എന്തുമാകട്ടെ, ഏതുമാകട്ടെ, എവിടെയാകട്ടെ, ചെയ്യുന്ന ജോലിയുടെ പ്രയാസങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടാൻ, അത് വളരെ എളുപ്പം നമ്മെക്കൊണ്ട് സാധിക്കാൻ ഇൻഷാ അല്ലാഹ് മത്തീൻ എന്നുള്ള ഇസ്മ എല്ലാ ദിവസവും 500 പ്രാവശ്യം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മത്തീൻ എന്നുള്ള ഇസ്മിൻ്റെ ഏലസ് ധരിക്കുന്നതും വളരെയധികം ഉപകാരപ്പെടും. ജോലി പ്രയാസങ്ങൾ മാറിക്കിട്ടും. എത്ര ഭാരം പിടിച്ച ജോലിയാണെങ്കിലും അത് നമ്മെക്കൊണ്ട് സാധിക്കും ചെയ്തു തീർക്കാൻ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ ഒരു അമൽ എന്നുള്ളത് നല്ല ആരോഗ്യം നിലനിൽക്കാൻ. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ എത്രയോ ചെറുപ്പക്കാരുണ്ടാകും. ചെറിയ പ്രായത്തിലെ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ ജോലിക്ക് പ്രയാസം വരുമ്പോൾ, നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, ഇങ്ങനെ നമ്മുടെ എല്ലാ വിഷയത്തിലും ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രയാസമാണ്. ആരോഗ്യം വീണ്ടെടുക്കാൻ ഏറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് മത്തീൻ എന്നുള്ളത്. എല്ലാ ദിവസവും 1000 പ്രാവശ്യം യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ എന്ന് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ ചെയ്ത് പൂർണ്ണ റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മത്തീൻ എന്ന അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.